ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചിയ അല്ലെങ്കിൽ ബിജിയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ചു ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അതായത് അങ്കിളൊക്കെ വന്നോണ്ടേ അവർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഫുഡെന്ന് പറയുന്നത് ഞാൻ അന്ന് ഒരു പ്രാക്ടീസ് ചെയ്തില്ലേ, സാമ്പിൾ ചെയ്തില്ലേ, ജീര റൈസും ബട്ടർ ചിക്കനും. അത് തന്നെ, പക്ഷേ ബട്ടർ ചിക്കനൊക്കെ ഒത്തിരി ഒരു മാറ്റമൊക്കെ ഉണ്ടാക്കി നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന അതുമായിട്ടൊക്കെ. പിന്നെ എൻ്റെ കൂടെ വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്ത് കാണേ. വീഡിയോ ഞാൻ എല്ലാം അന്നുണ്ടാക്കിയ റെസിപ്പികളെല്ലാം ഞാനിപ്പം ഓർഡർ പ്രകാരം ഇട്ടിട്ടുണ്ട്. അഥവാ ഞാൻ എഡിറ്റ് ചെയ്ത് വരുന്ന സമയത്ത് ഒത്തിരി ലെങ്ത്, ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ കൂടിപ്പോയി 25 മിനിറ്റ് കൂടുതലാണെങ്കിൽ ഞാൻ ബാക്കി പിന്നെ ഇടാനും കേട്ടോ. ഒത്തിരി അങ്ങ് ആയാൽ ആൾക്കാർ സ്കിപ്പ് ചെയ്ത് പോവുക, കാണാനും ഒരു താല്പര്യം കാണത്തില്ല. അതുകൊണ്ട് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെടുന്ന വീഡിയോ ആണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുതേ. റെസിപ്പികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒന്നും കാണിക്കത്തില്ല. ഉള്ളി അവർ വരാൻ നേരം അവർക്കുണ്ടാക്കിയ ഫുഡിൻ്റെ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. പിന്നെ ഒത്തിരി ഞാൻ എടുത്തിട്ടില്ല, കാരണം ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇത്രയൊക്കെ ചെയ്തിട്ട് വീഡിയോ എടുക്കുമെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഈ പിള്ളേർ വന്നിവിടെ ഉണ്ടായിരുന്നല്ലേ. ഇല്ല പോൾമോൻ അന്ന് വൈകിട്ടാണ് വന്നത്. പ്രൈസിന് ഉച്ചയാണേ വന്നത്. ഇവർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ജോലി നടക്കുന്നത് അത്രയും നേരം പെട്ടെന്ന് ചെയ്യുന്നതേ നമുക്ക് പറ്റത്തുള്ളൂ. അതുകൊണ്ട് വീഡിയോകളൊക്കെ കുറച്ചൊക്കെ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ബട്ടർ ചിക്കന് വേണ്ടി ഞാനിവിടെ 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ബോൺലെസ് ചിക്കൻ എടുത്തേക്കുന്നത്. ഇതിലേക്ക് ഞാനിപ്പം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1.5 ടേബിൾ സ്പൂൺ ഇടണേ. ഒരു 1.5 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, തൈര്, ഒരു 3 ടേബിൾ സ്പൂൺ, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത് ഞാൻ മാരിനേറ്റ് ചെയ്ത് ഇന്നലെ രാത്രിയിലെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നേ. രാത്രിയിലെ വെച്ചില്ലെങ്കിൽ കുറഞ്ഞതൊരു 2-3 മണിക്കൂറിലൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചാലാണ് അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഇതിലേക്കൊരു 400 ഗ്രാം സവാള, ഇതിലേക്ക് ഇതിപ്പോൾ 1.5 കിലോ ചിക്കനില്ലേ, ഒരു ജാവിത്രി. ഇതിപ്പോൾ ഏലക്ക നല്ല അരി ഉള്ളതും ഇല്ലാത്തതുമായിട്ടാണ് എൻ്റെ കയ്യിലുള്ളത്. നല്ല അരി ഉള്ളതാണെങ്കിൽ ഒരു 5-6 എണ്ണം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, രണ്ടുകൂടെ മിക്സ് ആയതുകൊണ്ട് ഞാനൊരു 8-9 എണ്ണം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം, ഈ സവാള എല്ലാം കൂടെ. ഞാനിവിടെ ഇതിപ്പോൾ ഇങ്ങനെ പീസായിട്ടുള്ള ആയതുകൊണ്ട് ഒരു 50 പീസ് എടുത്തിട്ടുണ്ട്. അപ്പം 25 എണ്ണം. പിന്നെ ഇത്രയും കൂടെ അധികം ഇടുന്നുണ്ട്, കുറയരുതേ. ഒരു 20 ബദാമും ഇരിച്ച് വെള്ളം ഒഴിച്ച് കൂട്ടി വെക്കാം. ഇതിലോട്ട് ഞാനൊരു 1/2 കിലോ ടൊമാറ്റോ, ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു കൈപ്പിടി മല്ലിയില, ഒരു 2 ബേ ലീഫ് കൂടി ഇട്ടിട്ടുണ്ട്. ഞാനിവിടെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ കുറേശ്ശെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, മൊബൈൽ സ്റ്റോറേജ് അങ്ങ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. വറുത്തെടുക്കുമ്പോൾ ഒരു 90% വറുത്തെടുക്കണം, കാരണം പിന്നെ ഒത്തിരി നമ്മൾ ഇട്ട് കറിക്കകത്തിട്ട് വേവിക്കത്തില്ല. അതുകൊണ്ട് അതനുസരിച്ച് നന്നായിട്ട് വറുത്തെടുക്കണേ. ജീര റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിലും കുറച്ച് നെയ്യൂടെ ചേർക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ വലിയ ഉരുളിയാണ് എടുത്തേക്കുന്നത്.
അതുപോലെ 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർക്കാം. ഇത് ഉരുകി വരുമ്പോൾ 2 ആയിരിക്കത്തില്ല. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജീരകം, ഒരു ഇച്ചിരിയും കൂടെ, കാരണം ഞാനൊരു 5 ഗ്ലാസ് അരിയുടെ ഇടുന്നത്. 5 ഗ്ലാസ് എന്ന് പറഞ്ഞാൽ 1.5 കിലോ അരി. ജീരകമൊക്കെ നന്നായി പൊട്ടി ഇതിലേക്ക് ഒരു ചെറിയതായതുകൊണ്ട് 3 ബേ ലീഫ്, ഇത്രയും വലിയ പട്ട, 2 ഏലക്കായ എണ്ണയിലോട്ട് കിടന്ന് മൊരിയട്ടെ, 10 ഗ്രാമ്പു, ഏലക്ക പൊട്ടുന്നു. തീ ഒന്ന് കുറച്ച് വെച്ചേരെ. വറ്റൽമുളക്, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, തൊട്ട് കഴുകി വാരിയ റൈസ്. ഈ എണ്ണയിലിട്ട് ഇതൊന്ന് ഈ നെയ്യിലും ഇതിലും കിടന്ന് കുറച്ച് നേരം ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. അയ്യോ, ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് എന്ന രീതിയിൽ. ഒരു വലിയ നാരങ്ങയുടെ നീര്. വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റി. ഇനി ഞാൻ തീ ഒന്ന് കുറച്ചിട്ട്, ഈ അടപ്പല്ലേ, അടച്ചിടാം. മീൻ വറുക്കാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ഇച്ചിരി നന്നായിട്ട് എടുത്തിട്ടുണ്ട്, 2 ടീസ്പൂൺ കടലമാവ്, ഉപ്പ്, ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. നെയ്മീനാ, പക്ഷേ വലിയ നെയ്മീനല്ല, കുഞ്ഞതാ. ഞങ്ങളന്ന് മലാടി പോയണേ വലിയതുണ്ടായിരുന്നു. ഞാൻ അന്നേരം പറഞ്ഞ റീച്ച വാങ്ങിച്ച് ഒരാഴ്ചയ്ക്ക് മുമ്പിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാൻ. റീച്ച പറഞ്ഞ് വേണ്ട, അന്നേരം ഫ്രഷ് വാങ്ങിച്ചാൽ മതിയെന്നും പറഞ്ഞ് പിന്നെ ഇപ്പം നമ്മുടെ ഇവിടുന്ന് വാങ്ങിച്ചതാണ്. വലുത് കിട്ടിയില്ല. അവരുടെ കയ്യിൽ ഏറ്റവും വലുത് ഈ ഒരെണ്ണം. പക്ഷേ മീൻ നല്ല ഫ്രഷായിരുന്നു. അപ്പം ഞാനിതിലൊന്ന് മസാല പുരട്ടി വെക്കട്ടെ. ഒരു അരമണിക്കൂർ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പം റൈസ് വെന്തിട്ടൊന്നുമില്ല. ഞാൻ ഇനിയും തീ ഇട്ടങ്ങ് വെള്ളം വറ്റിക്കാതെ തീ ഏറ്റവും കുറച്ചിട്ടതൊന്ന് അടച്ചിടട്ടെ. ഇനി ഞാൻ ഇതിനകത്ത് വെള്ളമൊക്കെ അടിയിലേക്ക് വറ്റി ഇതിൽ കുറച്ചുകൂടെ നെയ്യ് ഇട്ടിട്ട് ഞാൻ അങ്ങ് തീ ഓഫ് ആക്കി ഇടുക. അപ്പോൾ അതിൻ്റെ അകത്ത് കിടന്ന് സ്റ്റീമില്ലാതെ കിടന്ന് കുറേയും കൂടെ ഒന്ന് വെന്ത് വരും. സവാളയും ടൊമാറ്റോയൊക്കെ വഴന്ന് വന്ന് ഇതിലേക്ക് ഇനി പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു നുള്ള് ജീരകം പൊടിച്ചത്. അതിനി തണുത്തിട്ട് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഉരുളി വെച്ച് ഇനി ഇതിലേക്ക് ഞാൻ ഇച്ചിരി ഓയിലും കുറച്ച് ബട്ടർ കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്കും ബട്ടർ മാത്രം ഇട്ടുണ്ടാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്താൽ ചേർക്കുന്നേ. നമ്മൾ അരച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കാം. മൊബൈലിൽ സ്റ്റോറേജില്ല, അതാണ് ഞാൻ എളുപ്പം നിർത്തുന്നത്. അതൊന്ന് തിളക്കട്ടെ. ഇച്ചിരി നേരം ഒന്ന്. ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലോട്ട് ഈ അരപ്പിൻ്റെ അകത്ത് കിടന്ന് ഈ ചിക്കൻ, ഞാൻ ആ ചിക്കൻ എല്ലാം ഒന്ന് വറുത്തെടുത്തായിരുന്നു, ഇതിലോട്ട് ഇട്ട് കൊടുക്കട്ടെ. എന്നിട്ട് ഇപ്പം നിങ്ങൾ ഇതാണോ ബട്ടർ ചിക്കൻ എന്ന്, ഇതിൻ്റെ സ്റ്റേജ് ആയില്ല, ഇപ്പം വെള്ളമായിട്ടിരിക്കുക. നമുക്കിനി കുറേയും കൂടെ കാര്യങ്ങളൊക്കെ ചേർക്കാറുണ്ട്, അന്നേരം ബട്ടർ ചിക്കൻ ആയും. അപ്പം ഇതിൻ്റെ അകത്ത് കിടന്ന് ഇതൊന്ന് ഇച്ചിരി ഒന്ന് അരപ്പൊക്കെ ഒന്ന് മസാല ഇതിൻ്റെ ഒന്ന് പിടിക്കട്ടെ. റീച്ചാൻ അങ്ങനെ അഭിപ്രായം പറയുന്നേ അല്ല, ഈ ബട്ടർ ചിക്കൻ കഴിച്ചിട്ട് പറഞ്ഞ് റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്ന അതേ ടേസ്റ്റും മണമൊക്കെ ഉണ്ടായിരുന്നെന്ന്, അടിപൊളിയായിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിതിലേക്കൊരു 1.5 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അതവിടെ കിടന്നൊന്ന് തിളച്ച് മസാലയൊക്കെ പിടിക്കട്ടെ. അപ്പം ഞാനിവിടെ മീൻ വറുക്കാനായിട്ട് മീനിപ്പം അരമണിക്കൂറിൽ കൂടുതലായി. നിങ്ങൾ ചിന്തിക്കും ഇത്രയും ഓയിലുമെന്ന്. ഞാൻ ഇച്ചിരി ഓയിൽ ഒഴിച്ചത് കാരണം നമ്മൾ വേറൊരാൾക്ക് കൊടുക്കുമ്പം കരിഞ്ഞും വിരിഞ്ഞൊന്നും പോവല്ലല്ലേ, അതുകൊണ്ട്. അപ്പോൾ അവർ പിന്നെ വന്നതിൻ്റെ അന്ന് ഹോട്ടലിൽ സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് വേറെടുത്ത് പോകാനുണ്ടായിരുന്നു. അവിടെ പോയിട്ട് അതിൻ്റെ അടുത്ത ദിവസമാണ് ഇവിടെ വന്നത്. 1 മണി ആകുമ്പോഴത്തേക്കിന് വരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് 1 മണിക്ക് മുമ്പിട്ട് എനിക്ക് എല്ലാം റെഡിയാക്കണം. അപ്പോൾ രാവിലെ റേച്ചാൻ പോയി ഇച്ചിരി ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന്. കാരണം അങ്ങനെ വന്നത് പോൾമോൻ അന്ന് പിന്നെ പോകണമായിരുന്നു കോളേജിൽ, അർജൻറ്റായിട്ട് പോകണം, അല്ലെങ്കിൽ ഇന്നങ്ങ് അവധി എടുത്തേനെയായിരുന്നു. അവന് പ്രാക്ടിക്കൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ഇച്ചിരി ലേറ്റായിട്ടല്ലേ വരത്തുള്ളൂ. അതുകൊണ്ടാണ് 1 മണിക്ക് വന്നിട്ട് അവനെ കണ്ടിട്ടാണ് പോയത്. ഓൾമോസ്റ്റ് നമ്മുടെ ബട്ടർ ചിക്കൻ്റെ ഇനി ലാസ്റ്റ് ഇത് ചേർക്കുന്നത് ഞാൻ ബദാമും അണ്ടിപ്പരിപ്പും കൂടെ അരച്ചതാണ്. അത് ഇതിൻ്റെ അകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കട്ടെ. ഇതൊക്കെ ചേർക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റും ആ തിക്നെസ്സും വരുന്നത്. ഇതിലേക്ക് ഞാൻ 1 കൈപ്പിടി മല്ലിയിലയും 1.5 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ഞാൻ ഒന്ന് ചൂടാക്കിയിട്ട് കൈ കൊണ്ട് നന്നായി ഞെവിടിയിട്ടെ. ഞാൻ ഇന്നാളിൽ കൈ കൊണ്ട് ചൂടാക്കിയില്ലല്ലേ, അപ്പോൾ ചൂടാക്കുന്നതും അങ്ങനെ ഡയറക്റ്റ് ഇടുന്നതുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഇച്ചിരി അമൂലിൻ്റെ ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ട്. അത് ചേർക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. ആ അണ്ടിപ്പരിപ്പും ബദാമൂടെ ചേർത്തപ്പോഴേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ റേച്ചാനെ ടേസ്റ്റ് ചെയ്യിപ്പിച്ചു, പ്രൈസിനെ ടേസ്റ്റ് ചെയ്യിപ്പിച്ചു. അപ്പം നല്ലതാണെന്ന് പറഞ്ഞു. പിന്നെയും ഞാനൊരു ഇച്ചിരിയും കൂടെ ചേർത്തു. ഇത് കൂടാതെ കുറച്ചുകൂടെയൊക്കെ ഒരു സ്റ്റൈലിന് വേണ്ടി ചേർത്തിട്ടുണ്ട്. നല്ല റിച്ച് ആയിട്ടുള്ളൊരു ബട്ടർ ചിക്കൻ ആയിരുന്നു ഇത്. സ്വല്പം ബട്ടറും എക്സോസ് ഫാൻ ഇട്ടിട്ടുണ്ട്, അതാ ഈ അരപ്പ്. അപ്പം ഞാൻ വീണ്ടും ഒരു ഇച്ചിരിയും കൂടെ ഇത് ഒഴിച്ചിട്ടുണ്ട്, ക്രീം ഒഴിച്ചിട്ടുണ്ട്, ഒരു കാണാൻ ഭംഗിക്ക് വേണ്ടി. നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ കണ്ടിന്യൂസ് ഇങ്ങനെ ബട്ടർ ചിക്കൻ മാത്രമല്ല ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, ഇടയ്ക്കും ഇങ്ങനെ. അതുകൊണ്ട് ഞാൻ വീഡിയോ എനിക്ക് സെലക്ട് ചെയ്യാൻ ഒത്തിരി സമയം എടുത്ത്, കാരണം നിങ്ങൾക്ക് റെസിപ്പി ഒരുമിച്ച് വേണ്ടേ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചിക്കൻ റോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ ഇടയ്ക്കൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ അത് ഞാൻ വീഡിയോ ഇടുമ്പം ഒരുമിച്ചാണ് ഇടുന്നത്. അപ്പം ഞാൻ ഈ നമ്മുടെ ജീര റൈസിൻ്റെ അകത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടെ വറുത്ത് ചേർക്കുന്നുണ്ട്. ചിക്കൻ റോസ്റ്റിന് വേണ്ടി ഇത് 1 കിലോ ചിക്കൻ ഉണ്ട്. ഇതിൽ ബോൺലെസ്സും ഉണ്ട്, ബോൺ ഉള്ളതും ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യം 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂണിൽ ഇച്ചിരി കൂടി ഇട്ടിട്ടുണ്ട്. ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ ചിക്കൻ റോസ്റ്റിനുള്ള ചിക്കന് ഞാൻ ഇന്നലെ തലേന്ന് രാത്രിയിൽ ഞാൻ മസാല പുരട്ടി മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇതിലേക്കൊരു 2 സ്പൂൺ തൈരൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും കാണിക്കുന്ന ഈ ചിക്കൻ വറക്കുന്നതൊക്കെ പിറ്റേ ദിവസം കേട്ടോ. ചിക്കൻ നമുക്കിനി ഒന്ന് കുറച്ചൊന്ന് വറുത്തെടുക്കണം. ഒരു 1-2 മിനിറ്റൊക്കെ ഞാൻ ഒരു സൈഡിട്ട് മുരിച്ചിട്ട് തിരിച്ചിട്ടു. വീണ്ടും 1-2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടേ. അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് വറുത്തെടുക്കട്ടെ. 2-3 തീരെയായിട്ട് എനിക്ക് വറുത്തെടുക്കണമായിരുന്നേ. അപ്പോൾ ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലൊരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് അധികം എരിവുള്ള പച്ചമുളകല്ല. ഇത്രയും ഒരു കഷ്ണം ഇഞ്ചിയും കുഞ്ഞൊരു പീസ് ഇഞ്ചിയും കൂടെ എടുക്കുന്നുണ്ട്. എന്നിട്ട് വെളുത്തുള്ളി ഒരു 20-25 അല്ലിയോളം വെളുത്തുള്ളി ഉണ്ട്. അത് ഇതിലിട്ട് കൊടുത്തിട്ട് ഈ ഇഞ്ചിയും കൂടെ ഒന്ന് അരിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഇച്ചിരി ഒന്ന് ചതച്ചെടുക്കണം. പൾസ് ചെയ്തെടുക്കാം. അതുകൊണ്ട് ഇങ്ങനെ മതിയേ. ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടെ ഇട്ടൊന്ന് ചതച്ചെടുക്കാം. സ്റ്റാർട്ടിങ്ങിൽ ഇടേണ്ടതായിരുന്നു, മറന്നുപോയി ഞാൻ. അപ്പോൾ പെരിഞ്ചീരകം കൂടെ ഇട്ടിട്ടായിരുന്നു ആദ്യമേ ചതക്കേണ്ടത്, ഞാനതങ്ങ് മറന്നുപോയി. അപ്പോൾ ഞാനിവിടെ ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ, ഇതിന് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണേ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നല്ല 2 തണ്ട് ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ ഒന്ന് കുറച്ചിട്ട് വേണം നമ്മൾ ആ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തില്ലേ
അതിട്ട് കൊടുക്കാം. കാരണം ആ പച്ചമുളകിൻ്റെയൊക്കെ സ്മെല്ല് ഒത്തിരി ഹൈ ഫ്ലെയിം ആണെങ്കിൽ അതിൻ്റെ സ്മെല്ല് ക്രാണം ഉണ്ടാവും. അതുകൊണ്ട് തീ ഏറ്റവും കുറച്ചിട്ട് ഇതിട്ട് കൊടുത്തിട്ട് ഇച്ചിരി ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇതിലോട്ട് സവാള ഇട്ട് കൊടുക്കാം. ഇതൊരു 400 ഗ്രാം സവാളയുണ്ട്. കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സവാള അരിയുമ്പോൾ ഇങ്ങനെ നീളത്തിൽ സ്ലൈസായിട്ട് അരിയണേ. അടച്ചിടുന്നില്ല, നല്ല തീ കൂട്ടി ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നിറച്ചെടുത്തതേ. ആദ്യം ഇതൊന്ന് ഇച്ചിരി ഒന്ന് മൂപ്പിക്കാം. ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കാണും ജീരകം പൊടിച്ചത്, ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല. നന്നായി മൂക്കട്ടെ. ഞാൻ നല്ല തീയിൽ നന്നായിട്ട് ഇളക്കി എന്ന് അതാണ്ട് നന്നായിട്ട് ഉരുണ്ട് വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അത് മൂത്ത്. മസാല നന്നായി വേവണം. മസാല നന്നായി മൂത്തു. അപ്പം ഞാൻ ഇതിലോട്ട് ഇച്ചിരി വെള്ളം എന്തുവന്നാലും വേണം. അപ്പം ഞാൻ അത് മാരിനേറ്റ് ചെയ്തപ്പോൾ ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നേ, അത് ഇതിലോട്ടങ്ങ് ഒഴിച്ചേ. എന്നിട്ടാ മിക്സിയിൽ ഞാനൊന്ന് ക്രഷ് ചെയ്തില്ലേ, അതിൻ്റെ വെള്ളം കുറച്ചൊഴിച്ചാൽ മതി. കാരണം ചിക്കനിൽ നിന്ന് ഇനി അധികം വെള്ളം വരത്തില്ല, കുറച്ച് വരും. ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്ത് കിടന്ന് നന്നായി ഇച്ചിരി ഒന്ന് തീ ഒന്ന് കുറച്ചേക്കാം. അത്രയും നേരം നല്ല ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചത്. ഒന്ന് അടച്ചു കൊടുക്കാമേ, ഇച്ചിരി വെള്ളം ഇറങ്ങും. ടൊമാറ്റോ ഇട്ട് കൊടുക്കാൻ മറന്നുപോയി, അതുകൂടെ ഇട്ട് കൊടുത്തേക്കാം. ടൊമാറ്റോ ഇട്ട് കഴിഞ്ഞിട്ടാണ് ചിക്കൻ ഇടേണ്ടത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് അടച്ചു കൊടുക്കുക. അപ്പോൾ ആ ടൊമാറ്റോയിൽ നിന്നുള്ള വെള്ളം ഒന്ന് ഇറങ്ങും. അല്ലാതെങ്കിൽ നമ്മൾ ടൊമാറ്റോ ഇട്ടിട്ട് ചിക്കൻ ഇടുമായിരുന്നെങ്കിൽ ഇത്രയും ഇങ്ങനെ വെള്ളം ഇറങ്ങത്തില്ല. അപ്പോൾ ഞാൻ ഇച്ചിരി നേരം അടച്ചു കൊടുത്തതുകൊണ്ട് ആ ടൊമാറ്റോയിൽ നിന്നൊക്കെയുള്ള വെള്ളമൊക്കെ ഇറങ്ങി. ഒന്നുകൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ ചെറിയ തീയിൽ അവിടെ കിടക്കട്ടെ. കുറച്ചുകൂടെ ഒന്ന് വേവാനുണ്ട്. ഇതെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇനി ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 3/4 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്, ടീസ്പൂൺ പഞ്ചസാര കലക്കിയത്. ഞാനിത് മിക്സ് ചെയ്തിട്ട് ഇച്ചിരിയും കൂടെ ഒന്ന് ആകാനുണ്ട്. ഞാൻ ഇനി തുറന്നിട്ടിട്ട് അടയ്ക്കുന്നില്ല, തുറന്നിട്ടിട്ട് അതൊന്ന് കുറേ കൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ. അപ്പം നമ്മുടെ ചിക്കൻ റോസ്റ്റൊക്കെ ഇവിടെ റെഡിയായി. പിന്നെ ഞാൻ പപ്പടം ഉണ്ടാക്കി, പിന്നെ അച്ചാറുണ്ടായിരുന്നു, സാലഡ് ഉണ്ടായിരുന്നു. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ചിക്കൻ ക്രിസ്പി ഓർഡർ ചെയ്തായിരുന്നു. ബീഫ് അവർക്ക് അങ്ങനെ വേണ്ടെന്ന് നേരത്തെ പറഞ്ഞു, അതുകൊണ്ട് ആ ബീഫൊന്നും വാങ്ങിക്കാൻ. അപ്പം ഞാൻ പെട്ടെന്ന് എനിക്കങ്ങ് വെപ്രാളമായിരുന്നു, എല്ലാം ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരിത്. അപ്പം റീച്ചാൻ പറഞ്ഞു, എന്തിനാ ഇങ്ങനെ ടെൻഷൻ എടുക്കുന്നത്? അപ്പോഴത്തേക്കും നമ്മുടെ നെഞ്ചിനൊക്കെ പടപടോടാ ഇടുപ്പ് തുടങ്ങും. അപ്പോൾ ഞാൻ പറഞ്ഞു, റീച്ചാൻ അങ്ങ് പറഞ്ഞാൽ മതി, എനിക്ക് ടെൻഷൻ എടുക്കും. പിന്നെ എല്ലാം റെഡിയാക്കി അവർ വരുന്നതിന് മുമ്പ് ഞാൻ ഡ്രസ്സൊക്കെ മാറി റെഡിയായി കുട്ടപ്പിയായി നിന്നു. അപ്പം പിന്നെ അവർ ജ്യൂസൊക്കെ കുടിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡ് എടുക്കാൻ നേരം റീച്ചാനൊന്ന് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് റീച്ചാൻ കുറച്ച് വീഡിയോ എടുത്തു. ഞാനതെല്ലാം ഇപ്പം എഡിറ്റ് ചെയ്യാൻ നേരം ചിലതൊക്കെ ഹാങ് ആയിപ്പോയി. കുറച്ച് കൂടുതൽ എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഇത്രയേ എനിക്ക് കിട്ടിയുള്ളൂ.
അപ്പോൾ അവരെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. പിന്നെ പോൾമോൻ ഒരു നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് പോകാതിരുന്നേനെ. പിന്നെ അവിടുന്ന് അവൻ ഇറങ്ങാൻ നേരം ഫോൺ ചെയ്ത്, അങ്ങനെ അവൻ പിന്നെ ബസ്സിലൊക്കെ വരുവാണെങ്കിൽ ഒത്തിരി ലേറ്റ് ആകുമായിരുന്നു. പിന്നെ റയിച്ചാൻ പോയി വിളിച്ചുകൊണ്ട് വരുമായിരുന്നു. പിന്നെ അവർ വൈകുന്നേരം കോഫിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കോഫിയൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കിന് വന്നു. അപ്പോൾ എല്ലാം സന്തോഷത്തോടെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തു, അവർ കഴിച്ചു. പിന്നെ അവർക്ക് നാളെ ഹൈദരാബാദിൽ പോകണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ നാട്ടിൽ പോവും. നാട്ടിൽ പിന്നെ 1 മന്ത് കാണും. അതിന് ശേഷമാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായി വീണ്ടും ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.